നമസ്കാരം. സന്തോഷത്തോടെ ഇന്നത്തെ ചിന്താവിഷയം തുടങ്ങാം എന്ന് കരുതുന്നു. റെക്കോർഡ് ഭൂരിപക്ഷം നേടിയിട്ടും 63 സീറ്റ് കോൺഗ്രസ് ഒറ്റയ്ക്ക് നേടിയിട്ടും മുഖ്യമന്ത്രി പദത്തിനായുള്ള തർക്കത്തിൽ 3 പേർ മാത്രമല്ലേ ഉള്ളൂ എന്നതാണ് ഞാൻ പറഞ്ഞ സന്തോഷത്തിന്റെ കാര്യം. ഇതുവരെ പറഞ്ഞതിൽ നിന്നുകൊണ്ട് തന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി പറയേണ്ട ഘട്ടമാണ് ഇതെന്ന് കരുതുന്നു. പ്രിയ പ്രേക്ഷകർക്ക് ഇന്നത്തെ ചിന്താവിഷയത്തിലേക്ക് സ്വാഗതം. ദ ഫോർത്ത് ഇന്ത്യ എഡിറ്റർ ഷാനോസ് ഡേവിഡും ഇന്നത്തെ ചിന്താവിഷയത്തിൽ എനിക്കൊപ്പമുണ്ട്. ഷാനോസ്, മുഖ്യമന്ത്രി പദം സംബന്ധിച്ച് വളരെ സജീവമായുള്ള ചർച്ചകളാണ് കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്നത്. RC, KC, VD ഇവരെ 3 പേരും കേന്ദ്രീകരിച്ചാണ് ചർച്ചകൾ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ രമേശ് ചെന്നിത്തല ഡൽഹിയിലാണ്. അദ്ദേഹം മുതിർന്ന നേതാക്കളെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ഈ ചർച്ചകൾ ഏത് തലത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്? KC വേണുഗോപാലും ഡൽഹിയിൽ തന്നെ ഉണ്ട്. നിരീക്ഷകർ കേരളത്തിലേക്ക് വരുന്നു. അപ്പം കോൺഗ്രസിൻ്റെ പതിവ് രീതി തന്നെ ആവർത്തനമാണ്. ഇപ്പോൾ 10 വർഷം മുമ്പുള്ളതിൻ്റെയോ അല്ലെങ്കിൽ അതിന് മുമ്പുള്ളതിൻ്റെയോ ആവർത്തനം മാത്രമാണ് സംഭവിക്കുന്നത്. അല്ലാതെ കോൺഗ്രസിന് ഇതൊരു പുതുമയുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കും ഇത് പുതുമയുള്ള കാര്യമല്ല. പക്ഷേ ഇത്തവണ നൽകിയൊരു മാൻഡേറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ കൂടുതലായിരുന്നു. അതായത് 100-ലധികം സീറ്റുകൾ നൽകി UDF അധികാരത്തിലെത്തിക്കുന്നു. 63 സീറ്റ് മേജർ ഷെയർ കോൺഗ്രസിന് ലഭിക്കുന്നു. ആ ഒരു ഘട്ടത്തിൽ വേണമെങ്കിൽ വളരെ ഇത്രയും നന്നായി മുന്നോട്ട് ഇതെല്ലാം നയിച്ച ഒരു പാർട്ടി എന്ന നിലയ്ക്ക് ഇന്നലെ തന്നെ കാര്യങ്ങൾ തീരുമാനിക്കാമായിരുന്നു. ഇപ്പം വിജയുടെ കാര്യത്തിൽ തമിഴ്നാട്ടിൽ തീരുമാനമായി കഴിഞ്ഞല്ലോ. അതെ, അവിടെ 12 മണി തീരാറായെന്ന് തോന്നുന്നു. നാളെ സത്യപ്രതിജ്ഞയാണ്. അപ്പം അത് വെച്ച് പരിശോധിക്കുമ്പോൾ ഇന്നലെ ഉണ്ടായ ഒരു പാർട്ടിക്ക് പോലും കാര്യങ്ങൾ വേഗത്തിൽ തീരുമാനിക്കാൻ പറ്റുന്ന ഒരു ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് മുൻപ് മുതൽ സ്വാതന്ത്ര്യാനന്തര ശേഷമുള്ള ഇന്ത്യ അടക്കം പരിശോധിച്ചാൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തീരുമാനമെടുക്കാൻ വൈകുന്നത് അതിനകത്തൊരു രാഷ്ട്രീയമായ ചില ശരിതെറ്റുകൾ ഞാൻ കാണുന്നുണ്ട്. മിക്ക കോൺഗ്രസ്സുകാരുടെയും പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിനകത്ത് വലിയ തെറ്റൊന്നും ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം VD സതീശൻ പക്ഷമായിക്കോട്ടെ, ഇപ്പം പക്ഷങ്ങൾ പിടിച്ചല്ല, കോൺഗ്രസിന്റെ പൊതു ഒരു സ്വഭാവം തന്നെ അങ്ങനെയുള്ളതാണ്. പക്ഷേ അത് എത്രയും വേഗം ഈ ചർച്ചയൊന്ന് അവസാനിപ്പിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തീരുമാനിച്ച് സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് അടക്കം പോകേണ്ടത് അനിവാര്യമാണ്. കാരണം കഴിഞ്ഞ ദിവസം ഇന്നലെ നടന്ന ചർച്ചയിൽ ഞാൻ പറഞ്ഞു, ഈ ചർച്ച നടത്തി നാളെ മുഖ്യമന്ത്രി തീരുമാനിക്കുന്ന ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ നടത്തിയ ചർച്ച അപ്രസക്തമാണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. കാരണം ഇന്നലെ നടത്തിയ ചർച്ച അപ്രസക്തമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് എനിക്കറിയാം. കാരണം നടത്തിയ ചർച്ച അപ്രസക്തമാകില്ല. കാരണം ഈ ചർച്ച നടത്തി ഒരു ദിവസത്തിനകം 24 മണിക്കൂറിനകം ഒരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസിനാവില്ല എന്ന് ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ. ആ ഉറച്ച നിലപാടിൽ നിന്നുകൊണ്ട് ഞാൻ ഇത് പിൻവലിക്കുമെന്ന് പറഞ്ഞത്. പിൻവലിക്കേണ്ട സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ്. അതായത് ഇതുവരെ മുഖ്യമന്ത്രി തീരുമാനിക്കാത്തതിൽ ഒരു പരാജയം കോൺഗ്രസിന്റെ ഭാഗത്തുണ്ട്. ഷാനോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈക്കമാൻഡ് പ്രതികൾ ഇപ്പോൾ കേരളത്തിലുണ്ട്. അവർ MLA-മാരെ നേരിൽ കാണാനായിട്ടുള്ള ഒരു ശ്രമത്തിലാണ്, നേരിൽ കണ്ട അഭിപ്രായം സ്വരൂപിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഹൈക്കമാൻഡ് പ്രതികൾ ഇപ്പോൾ കേരളത്തിലുള്ളത്. ശരിക്കും ഇപ്പോൾ എത്ര MLA-മാർ ആർക്കൊപ്പം ഉണ്ട് എന്ന് നമുക്കിപ്പോൾ പറയാനായിട്ട് സാധിക്കും? ഇതിനകത്ത് ഏറ്റവും രസമുള്ളൊരു ഫാക്ടർ ഈ കണക്കാണ്. എത്ര പേർ ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. ആദ്യത്തെ കാര്യം 3 പേർ എന്നുള്ളതാണ്. അതായത് 3 പേർ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പദത്തിനായി 3 പേരുണ്ടെന്നുള്ളതാണ്. ഒന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റുമായിരുന്ന സീനിയർ നേതാവായിട്ട് രമേശ് ചെന്നിത്തല, AICC സംഘടനകാര്യ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ. ഈ 3 പേരാണുള്ളത്. ഈ 3 പേരുടെ കൂടെ എത്ര ആളുകൾ ഉണ്ടെന്നുള്ളതാണ് അടുത്ത ചോദ്യം. നമ്മൾ ഇന്നലെ തന്നെ ഒരു എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഇന്നലെ പുറത്ത് രാവിലെ നമ്മൾ വിട്ടത് VD സതീശനൊപ്പം 5 പേർ എന്നുള്ളതാണ്. അത് ഇന്ന് മിക്ക ചാനലുകൾ ഇന്ന് കൊടുത്തിരുന്നു. VD സതീശനൊപ്പം 5 പേർ. 5 എന്നുള്ളത് 6 ആക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. കാരണം ഇന്നലെ നമ്മൾ ആ കാർഡ് കൊടുത്തതിന് ശേഷം ഒരു ദിവസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴും ഒരു ദിവസമല്ല 1.5 ദിവസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴും 5-ൽ നിന്ന് 6 ആക്കാൻ VD സതീശന് കഴിഞ്ഞിട്ടില്ല. പിന്നെ അടുത്തത് പരിശോധിക്കേണ്ടത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം 30 പേരുണ്ടെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. അതിൽ നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത് 35 പേരുണ്ടെന്നുള്ളത്. 30 പേരുണ്ടെന്നുള്ളത്. പക്ഷേ റിപ്പോർട്ടർ ചാനലടക്കം ചില ചാനലുകൾ കൊടുത്ത കണക്കിനകത്ത് ആ കണക്കേ ആകപ്പാടെ പെശകാണ്. 25 പേരെ ചെന്നിത്തലയ്ക്കൊപ്പം ഉള്ളതെന്ന് പറയുന്നു. അതേസമയം തന്നെ KC വേണുഗോപാലിനൊപ്പം 45 പേരുണ്ടെന്നുള്ള വലിയ കണക്ക് പറയുന്നു. 45, 25 എത്ര? 70ആയി. VD സതീശനോട് എത്ര പേരുണ്ട്? 5 പേരുണ്ട്. 75 പേരുണ്ട്. അതെ, 63 സീറ്റേ ഉള്ളൂ കോൺഗ്രസിന്. പക്ഷേ 73 പേരുടെ കണക്ക് ഇപ്പം തന്നെ ഓൾറെഡി വന്നു. ഇവര് മുന്നണി മൊത്തത്തിൽ വെച്ചിട്ടാണ് ഈ പറയുന്നത്. മുന്നണി മൊത്തം വെച്ചിട്ടാണ് ഈ കണക്കല്ലോ, ഇതിൽ കൂടിയ കണക്ക് വരണം.
അതെ അതെ. വേറെ മൂന്നാമത് നാലാമത് വേറെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി റിപ്പോർട്ടർ ചാനൽ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള വലിയ വലിയ പിഴവുകൾ ഞാൻ പറഞ്ഞത് സംഭവിച്ചിട്ടുണ്ട്. ഈ കണക്ക് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് കൂട്ടാൻ പറ്റില്ല. 10,000ങ്ങളുടെ കോടികളുടെ കണക്കല്ല. ആ പണം 140 പേരേ ഉള്ളൂ. അതിനകത്ത് 63 സീറ്റിലെ കോൺഗ്രസ് ജയിച്ചിട്ടുള്ളൂ. ആ 63നെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തതിനകത്ത് പോലും തെറ്റ് സംഭവിച്ചെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ 45 പേര് KC വേണുഗോപാലിനൊപ്പം ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതൊരു കുറച്ച് KC വേണുഗോപാലിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള, KC വേണുഗോപാൽ ചിലപ്പോൾ നാളെ കേരളത്തിലെ മുഖ്യമന്ത്രി ആയാൽ അദ്ദേഹത്തെ ഒന്ന് രസിപ്പിക്കാം, സുഖിപ്പിക്കാം, അദ്ദേഹത്തെ ഒന്ന് ചേർത്ത് നിർത്താം എന്ന് കരുതി കൊടുക്കുന്ന ഒരു കണക്കായിട്ട് മാത്രമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് ഞാൻ കഴിഞ്ഞ പല തവണത്തെ ചർച്ചകളിലും പറഞ്ഞൊരു കാര്യം ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. കാരണം രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം നിന്ന ആളുകളാണ് സ്റ്റെബിലിറ്റി ഉള്ളത്, സ്ഥിരത. ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം നിൽക്കുന്ന ആളുകളിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ചാഞ്ചാട്ടമാണ്. കാരണം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവുന്നൊരു ഘട്ടം വന്നാൽ ഈ പറഞ്ഞ മുഴുവൻ പേര് രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം വരും. പക്ഷെ VD സതീശനൊപ്പം വളരെ ഉറച്ചു നിൽക്കുന്ന ഇപ്പം മുഹമ്മദ് ഷിയാസിനെ പോലുള്ള ആളുകൾ, ഇപ്പം ഷാനിമോൾ ഉസ്മാൻ അവിടെ സീറ്റ് കൊടുക്കുന്നതിനകത്ത് KC വേണുഗോപാൽ അഭിപ്രായ വ്യത്യാസം പറഞ്ഞുകൊണ്ട് തന്നെ VD സതീശൻ വളരെ നിർബന്ധപൂർവ്വം പറഞ്ഞിട്ടാണ് ഷാനിമോൾ ഉസ്മാനിന് സീറ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഷാനിമോൾ ഉസ്മാൻ ഉറപ്പായിട്ടും എന്തൊക്കെ വന്ന് പറഞ്ഞാലും സതീശനൊപ്പം നിൽക്കും. പക്ഷേ ഭൂരിപക്ഷം ആണല്ലോ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് വരുന്നത്. അവിടെ ഇതിനകത്തൊന്നും പെടാത്ത, അതായത് മത്സരിച്ച് ജയിക്കാത്ത KCക്കൊപ്പമാണ് കൂടുതൽ ആളുകളെന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ രാഷ്ട്രീയം വേറെ തലത്തിലേക്കാണ് പോകുന്നത്. അത് അപകടകരമായ വിധം കോൺഗ്രസിനെ ജീർണതയിലേക്ക് കൊണ്ട് നയിക്കുന്ന ഒരു സംവിധാനമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതിന്റെ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നത്, ഇന്നലെ പറഞ്ഞ കണക്കിൽ നിന്ന് VD സതീശന്റെ കാര്യത്തിൽ ഒരു മാറ്റമില്ല, 5 വരെ ഉള്ളൂ. രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിൽ ഇന്നലെയും മിനിഞ്ഞാന്ന് പറഞ്ഞ കണക്കിൽ നിന്ന് മാറ്റമില്ല, 30 പേരുണ്ട്. ബാക്കിയുള്ള ആളുകളെ ഈ പറയുന്ന KC വേണുഗോപാലിന്റെ കൂടെ ഉള്ളൂ. അതിനകത്തൊരു സംശയമില്ല. അത് വേണമെങ്കിൽ ഷാലുവോ അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകർ എണ്ണിയെടുക്കേണ്ടത് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ഷാനസ്, നമ്മൾ ഇപ്പോൾ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ കോൺഗ്രസ് ഒരു സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത്. കാരണം ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഘട്ടങ്ങളിലെല്ലാം ഉയർത്തിക്കാട്ടാൻ ഒരു നേതാവുണ്ടായിരുന്നു. ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇന്നാരാണ് എന്ന് പറയാനായിട്ടൊരു സാഹചര്യം കോൺഗ്രസിലുണ്ടായിരുന്നു. ഇപ്പം സ്ഥിതി അതല്ല. 3 പേരാണ് സജീവമായിട്ട് രംഗത്തുള്ളത്. ഇവരുടെ എല്ലാം ഗ്രൂപ്പ് മാനേജർമാർ അല്ലെ ഗ്രൂപ്പ് വളരെ സജീവമായിട്ട് രംഗത്തുണ്ട്. ഷാനോസിന്റെ വിലയിരുത്തൽ അടുത്ത വരും മണിക്കൂറുകളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? എങ്ങനെയാണ് കാര്യങ്ങളെ നോക്കിക്കാണുന്നത്? ഞാൻ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ഒരു കാര്യം രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിലാണ്. അത് ഞാൻ തുടക്കം മുതൽ, ഞാൻ ഈ കഴിഞ്ഞ 4-5 ചർച്ചകളായിട്ട് ഈ രമേശ് ചെന്നിത്തല എന്നുള്ള പേര് ഞാൻ ഓൺ ചെയ്ത ഒറ്റ കാര്യം, അയാള് കോൺഗ്രസ് പാർട്ടിയെ നയിച്ച ഒരാളെന്നുള്ളതാണ്. ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ ആര് നയിച്ചു എന്നുള്ളതാണ്. CPM വിവാഹിത കാലത്ത് പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിയെ നയിച്ചത് പിണറായി വിജയനാണ്. അതുകൊണ്ടാണ് പിണറായി വിജയൻ ഇന്നും CPM-മാർക്കിടയിലും എത്ര തോൽവി സംഭവിച്ചാലും ശരി, പിണറായി വിജയൻ ഒരു ജനസമ്മതനായ CPM-മാർക്ക് ഇഷ്ടപ്പെട്ട അനിവാര്യത ഉള്ള നേതാവായിട്ട് മാറുന്നത് പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടി നയിച്ച ഒരാളായതുകൊണ്ടാണ്. അതുപോലെ തന്നെ DIC ഉണ്ടാകുന്ന ഘട്ടത്തിലും അതിന് മുമ്പ് അതിന് ശേഷവും ഒക്കെ പ്രതിസന്ധി നിറഞ്ഞൊരു കാലഘട്ടത്തിൽ പാർട്ടിയെ കണ്ണിമ ചിമ്മാതെ സംരക്ഷിച്ചൊരു നേതാവാണ് ഈ പറഞ്ഞ രമേശ് ചെന്നിത്തല. 5 വർഷം രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് ആയിരുന്നില്ലല്ലോ. അതുകൊണ്ട് VD സതീശൻ മുഖ്യമന്ത്രി ആവട്ടെ എന്ന് പറഞ്ഞ പൊതുബോധം അരാഷ്ട്രീയ പൊതുബോധമാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പകരം സീനിയറായിട്ടുള്ള, ഭരണരംഗത്തെ പ്രവൃത്തി പരിചയമുള്ള, സംഘടനാ രംഗത്ത് പ്രവൃത്തി പരിചയമുള്ള, കേരളത്തിൽ നിലവിൽ ഉമ്മൻചാണ്ടിക്ക് ശേഷം ആരെന്ന് ചോദിച്ചാൽ ഉയർത്തി കാണിക്കാൻ കഴിയുന്ന ഏക നേതാവാണ് രമേശ് ചെന്നിത്തല. അതുകൊണ്ട് തന്നെയാണ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവണമെന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നത്. കാരണം അതാണ് അതിൻ്റെ ശരിയായ രീതി. അവിടെയാണ് നീതി പുലരുന്നത്. കോൺഗ്രസ് നീതി പുലർത്തേണ്ടത് ശരിക്കും രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി ആക്കിക്കൊണ്ടാണ്. വേണമെങ്കിൽ ടേം വ്യവസ്ഥ കൊണ്ടുവരാം. രമേശ് ചെന്നിത്തല 4 വർഷവും വേണം, VD സതീശന് 1 വർഷം കൊടുക്കാം. പക്ഷെ അതൊക്കെ ഒരു നാണം കെട്ട ഏർപ്പാടാണ്. അല്ലെങ്കിൽ VD സതീശന് വളരെ പ്രധാനപ്പെട്ട വകുപ്പ് കൊടുത്താൽ മതി. പക്ഷെ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കാതെ മറ്റൊരാളെ മുഖ്യമന്ത്രിയാക്കാൻ നടത്തുന്ന നീക്കമെന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ഇവരോട് ആരോടും താല്പര്യം, എൻ്റെ രാഷ്ട്രീയം തന്നെ ഇതിനെതിരായിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ പറയുന്നത് നീതിപൂർവമായി നിർവഹിക്കപ്പെടണം എന്നുള്ളത് കൊണ്ട് രമേശ് ചെന്നിത്തലയുടെ പേരാണ് എനിക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത്. സീനിയോറിറ്റി തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടേണ്ടതാണ്. അതെ അതെ അതെ. അതേപോലെ തന്നെ ഭരണ നൈപുണ്യം. അതെ, ഇത് രണ്ടും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് രണ്ടും പരിഗണിക്കണം. അങ്ങനെ പരിഗണിച്ചാൽ രമേശ് ചെന്നിത്തല ഉള്ളൂ. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയെ പൊതിഞ്ഞു നിർത്തിക്കൊണ്ട് KC-യിലേക്കും വീടിലേക്കും ചർച്ച ചെയ്യുന്നത്. VDക്ക് 5 പേരേ ഉള്ളൂ. VD സതീശന്. KC വേണുഗോപാലിന്റെ 45 കണക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഷാലു അവിശ്വസനീയമാണ്. ഇത് കോൺഗ്രസിന്റെ സീറ്റിനേക്കാൾ 63 സീറ്റിനേക്കാളും മുകളിൽ പോയി കഴിഞ്ഞു. ഇത് കള്ളക്കണക്കാണ് ഈ പറയുന്നത്. ഇത് ആളുകളെ സൂചിപ്പിക്കാൻ വേണ്ടി, ചേർത്ത് നിർത്താൻ വേണ്ടി, എന്താണ് അടുത്ത ലഭിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയൊക്കെ ഉണ്ടാക്കുന്ന കള്ളക്കണക്കാണ്. അതിനകത്ത് ഞാൻ വിശ്വസിക്കുന്നില്ല.
അതുകൊണ്ട് രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിലാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത്. ഈ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവാനായിട്ട് തയ്യാറെടുക്കുന്നത്, അല്ലെങ്കിൽ ആ ഗ്രൂപ്പുകൾ അദ്ദേഹത്തിന് വേണ്ടി നിൽക്കുന്നത്, MLA മാർ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നത്, അത് എത്രത്തോളം അരാഷ്ട്രീയപരമാണ് കാര്യങ്ങൾ? ഞാൻ ചുരുക്കി പറയാം, ലോക്സഭാംഗമായിട്ടിരിക്കുന്ന ഒരാൾ ഇപ്പോൾ അവിടുന്ന് നൂലെ കെട്ടി ഇറങ്ങി വന്ന് മുഖ്യമന്ത്രിയാകേണ്ട സവിശേഷമായ ഒരു രാഷ്ട്രീയ സാഹചര്യവും കേരളത്തിൽ നിലവിലില്ല. നിലവിലില്ല. അതെ. അതുകൊണ്ട് തന്നെ ലോക്സഭാംഗമായിട്ടിരിക്കുന്ന, സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന, അതായത് ഗാന്ധി കുടുംബത്തിൻ്റെയും ഹൈക്കമാൻഡിൻ്റെയും അടക്കം കാര്യങ്ങൾ നോക്കുന്ന മറ്റ് പല സംസ്ഥാനങ്ങളിലും ചുമതലയുള്ള KC വേണുഗോപാൽ ആ ചുമതല തുടർന്ന് നിർവഹിക്കുകയും ആ പൊസിഷനിൽ തുടരുകയും ചെയ്യേണ്ടത് മാത്രമാണ്. അല്ല തൽക്കാലം കേരളത്തിലേക്ക് വന്ന് മുഖ്യമന്ത്രി ആകേണ്ട ഒരു തരത്തിലുള്ള സങ്കീർണമായ ഒരു രാഷ്ട്രീയ സാഹചര്യം നിലവിലില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ നേരത്തെ രമേശ് ചെന്നിത്തലയുടെ കാര്യം അക്കമിട്ട് പറഞ്ഞത്. അതുപോലെ തന്നെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ അങ്ങേയറ്റം അരാഷ്ട്രീയമായ ഒരു നടപടിയാണ് KC വേണുഗോപാൽ പക്ഷം ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. മറ്റേ സിനിമയ്ക്കകത്ത് പറഞ്ഞ പോലെ ആ യന്ത്രം പെട്ടെന്ന് പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടതാണ്. കാരണം ഇത് കോൺഗ്രസിനെ ഇന്നല്ലെങ്കിൽ നാളെ ഗുരുതരമായി ബാധിക്കും. 2 ഉപതെരഞ്ഞെടുപ്പുകൾ സംഭവിക്കാൻ പോകും. അതൊക്കെ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ഇതിനെ കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞതാണ്. അതെ. ഇത് അരാഷ്ട്രീയത മാത്രമേ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ. അങ്ങേയറ്റം അരാഷ്ട്രീയമായ നടപടിയാണ്. കാരണം എന്തിനാണ് KC വേണുഗോപാൽ ഇങ്ങോട്ട് വരുന്നത്? എന്താണ് അതിന്റെ ആവശ്യം? അവന്റെ ആവശ്യകത എന്താണ്? ഇവിടെ സങ്കീർണമായ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ സച്ചിൻ പൈലറ്റ് ഉയർത്തിക്കൊണ്ടുവന്ന പ്രശ്നം പോലെ അങ്ങനെ ഒരു അതിസങ്കീർണമായ ഒരു സാഹചര്യം കേരളത്തിലെ കോൺഗ്രസ് പൊളിറ്റിക്സിനകത്ത് ഇപ്പൊ ഇല്ല. അതെ. ഹൈക്കമാൻഡ് തീരുമാനമെടുത്ത് അറിയിച്ചാൽ മതി. അതായത് KCയുടേതായ വ്യക്തിഗതമായ താല്പര്യം മുൻനിർത്തി മുന്നോട്ട് പോകുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് ക്ഷീണമുണ്ടാവും. എത്ര നിങ്ങൾ യൂട്യൂബ് ചാനലുകളിലെ ചർച്ചകൾ കേട്ട് നോക്കണം, എത്ര പേരാണ് ചീത്ത വിളിക്കുന്നത് ഇപ്പൊ തന്നെ KC വേണുഗോപാൽ വരുമ്പോഴത്തേക്ക്. VD സതീശൻ അനുകൂലിച്ചുള്ളതാണ്, പക്ഷെ KC വേണുഗോപാലെ ചീത്ത വിളിക്ക് അർഹനാവുന്നത് എന്തുകൊണ്ടാണ്? കാരണം KC വേണുഗോപാൽ ഒരു പൊസിഷനുണ്ട്. അയാൾ ലോക്സഭാംഗമാണ്, PSC അധ്യക്ഷനാണ്, അല്ലെങ്കിൽ പലതരത്തിലുള്ള സംഘടനാ ചുമതലയുള്ള വ്യക്തിയാണ്, വളരെ ഉന്നതനായ നേതാവാണ്. ഗാർഗെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോൺഗ്രസിനകത്തൊരു സുപ്രീം ലീഡർ എന്ന് പറയുന്ന പദവിയിൽ നിൽക്കുന്ന ആളാണ് KC വേണുഗോപാൽ. KC വേണുഗോപാൽ എന്തിനാണ് നൂലെ കെട്ടി ഇറങ്ങി വന്നിട്ട് മുഖ്യമന്ത്രിയാവുന്നത്? ആ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള നോട്ടം എന്ന് പറയുന്നത് അരാഷ്ട്രീയമാണെന്നുള്ള വാദത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. തീർച്ചയായിട്ടും ഈ രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് ഈ ജാതി സമവാക്യങ്ങൾ, അത് മാത്രമല്ല സാമുദായിക സംഘടനകളുടെ പിന്തുണ എത്രത്തോളം രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമാകും? ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ സത്യത്തിൽ നമ്മൾ ഈ മാർസിയൻ കാഴ്ചപ്പാടിൽ കൂടെ പലപ്പോഴും കാര്യങ്ങളെ കാണുന്നതുകൊണ്ട് തന്നെ ഈ ജാതി മതസമവാക്യങ്ങൾ ഞാനങ്ങനെ പരിഗണനയ്ക്ക് എടുക്കുന്നൊരു വിഷയമല്ല. അതെ. പക്ഷേ ഇന്നത്തെ പ്രതികരണങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കുന്നൊരു കാര്യം, NSSന്റെ പൂർണ്ണമായ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്കാണ്. സീനിയർ നേതാവാണെന്ന് ഇവർ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ SNDPയുടെ വലിയ പിന്തുണ, അതായത് കേരളത്തിലെ ഒരു വലിയ മജോറിറ്റിയുടെ ഭൂരിപക്ഷം രമേശ് ചെന്നിത്തലയ്ക്ക് ആർജിക്കാൻ കഴിഞ്ഞൊരു ദിവസമാണെന്ന്. അതൊരു വലിയ സംഗതിയാണ്. ഇതിനകത്ത് വേറെ ഒളിഞ്ഞിരിക്കുന്ന ഒരു അപകടം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാം ഈ കൂട്ടത്തിൽ, ഷാരു ചോദിച്ചില്ലെങ്കിലും. അതായത് ഇവിടെയാണ് VD സതീശൻ വേറൊരു പോയിന്റ് മുമ്പോട്ട് വെക്കാൻ വന്നത്. VD സതീശൻ ഇവിടെ 5 പേരെ ഉള്ളെങ്കിലും 20-ലേറെ വരുന്ന മുസ്ലിം ലീഗ് MLA-മാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, തനിക്കൊപ്പം മുസ്ലിം ലീഗ് ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്കെതിരായിട്ടോ KC വേണുഗോപാലിനെതിരായിട്ടോ VD സതീശൻ രംഗത്ത് വരാനുള്ള സാധ്യത നമുക്ക് മുൻകൂട്ടി കാണാം. ചിലപ്പോൾ തെരുവുകളിൽ ചിലപ്പോൾ കുറെ പ്രകടനം നടക്കാനുള്ള സാധ്യതയും കാണാം. കാരണം പോസ്റ്റർ ഒട്ടിക്കലും ബാനറെടുത്തും ചുവരെടുത്തും തകൃതിയായിട്ട് നടക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ പ്രകടനം കൊണ്ട് നടന്നാൽ മതി, ബാക്കിയെല്ലാം VD സതീശൻ ഓക്കെ ആക്കി വെച്ചേക്കാണ്. അപ്പം അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന NSSും SNDPയും അടക്കമെടുക്കുന്ന ഹിന്ദു സംഘടനകൾ എടുക്കുന്ന ഒരു തീരുമാനത്തെ വയലേറ്റ് ചെയ്തുകൊണ്ട് മുസ്ലിം ലീഗിന്റെ പിന്തുണയിൽ VD സതീശൻ മുഖ്യമന്ത്രിയായാൽ ആ അപകടം ഞാൻ നേരത്തെയും ചൂണ്ടിക്കാണിച്ചിരുന്നു. അത് ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം നൽകുന്ന, ജമാഅത്തെ ഇസ്ലാമിയുടെ തലച്ചോറ് കൊണ്ട് പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗ് കേരളത്തിൽ നിലയിൽ വന്ന സ്ഥിതിക്ക് അത് സതീശന് ദോഷം ചെയ്യും, കേരളത്തിലെ മതസമുദായ രംഗത്തെ ദോഷം ചെയ്യും, കോൺഗ്രസിനെ ക്ഷീണിപ്പിക്കും. ആത്യന്തികമായി സംഘപരിവാറിന് വളരാനുള്ള വളക്കൂറുള്ള മണ്ണൊരുക്കലായിരിക്കും ഈ നടക്കുന്ന ചർച്ചകളും എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എല്ലാത്തരം ആളുകളെയും ഒരുപോലെ നിർത്താൻ കഴിയുന്ന നിർത്തുക എന്നുള്ളത് മാത്രം നിലയ്ക്ക് നിർത്താൻ കഴിയുന്ന, അത് ക്രിസ്ത്യൻ സഭ ആയിക്കോട്ടെ, ഹിന്ദു സമുദായങ്ങളായിക്കോട്ടെ, മുസ്ലിം സമുദായമായിക്കോട്ടെ, ഇവയൊക്കെ ഒരുമിച്ച് നിർത്താൻ കഴിയുന്നൊരു നേതാവ് എന്ന നിലയ്ക്ക് അവിടെയാണ് ഞാൻ രമേശ് ചെന്നിത്തലയുടെ പ്രാധാന്യം ചൂണ്ടിക്കാണിക്കുന്നതും. ആ വൈഭവം KC വേണുഗോപാലിനോ VD സതീശനോ ഇല്ല. ആ വൈഭവം പ്രവൃത്തി പരിചയം ആളുകളെ ഡീൽ ചെയ്തുള്ള ഒരു പൊളിറ്റീഷ്യനുള്ള ആവശ്യമുള്ള എല്ലാ ഘടകങ്ങളും ചേരുന്ന ഒരാളാണ് രമേശ് ചെന്നിത്തല. അല്ലാതെ രമേശ് ചെന്നിത്തല എനിക്ക് പ്രിയപ്പെട്ട നേതാവായിട്ടോ എനിക്ക് എന്തെങ്കിലും തന്നിട്ടോ
അല്ലെങ്കിൽ എനിക്ക് മുഖാമുഖം ഇരുന്ന് സംസാരിച്ചിട്ടൊന്നും അല്ല പറയുന്നത്. പക്ഷെ ഞാൻ വളരെ പൊളിറ്റിക്കലായ കാഴ്ചപ്പാടിലാണ് പറഞ്ഞത്. രമേശ് ചെന്നിത്തലയാണ് യോഗ്യൻ, രമേശ് ചെന്നിത്തലയാണ് അർഹൻ. KC വേണുഗോപാൽ വന്നാൽ അത് അരാഷ്ട്രീയമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. VD സതീശൻ മുഖ്യമന്ത്രിയാകാൻ ഈ മുസ്ലിം ലീഗിന്റെ കൂട്ടുപിടിച്ചു വന്നാൽ അത് വലിയ വർഗീയ ധ്രുവീകരണത്തിലേക്കും കേരളത്തെ രണ്ടായി തിരിക്കുന്ന വലിയ അപകടത്തിലേക്ക് പോകുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ കേരളം സുരക്ഷിതമായിട്ടിരിക്കണമെന്നുള്ളത്, UDF കാലത്ത് കേരളം സുരക്ഷിതമല്ല എന്നുള്ള ഒരു കാര്യം കൂടി ഞാൻ അടിവരയിട്ട് പറയാം. കാരണം സാമുദായിക സംഘർഷങ്ങളും സാമുദായിക ലഹളകളും അനാവശ്യമായ സാമ്പത്തിക തിരിമറികളും ഒക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ് UDFന്റെ ഭരണകാലഘട്ടം. അതൊന്നുമില്ലാതെ കുറച്ചെങ്കിലും സംശുദ്ധമായി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് മാത്രമേ കഴിയുന്നതാണ് എൻ്റെ കാഴ്ചപ്പാട്. എൻ്റെ കാഴ്ചപ്പാടും എൻ്റെ ദർശനവും എൻ്റെ വീക്ഷണവും അത് തന്നെയാണ്. തമിഴ് രാഷ്ട്രീയത്തിൽ ഒരുപാട് രാഷ്ട്രീയ അസ്ഥിരതകൾക്ക് വഴിതെളിച്ചേക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് അവിടെ ഉണ്ടായത്. എന്നാൽ വിജയ് നാളെ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. എന്നാൽ കേരളത്തിൽ നമ്മൾ നോക്കുമ്പോൾ വളരെ മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി എത്തിയ കോൺഗ്രസിന് ഇതുവരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാനായിട്ട് സാധിച്ചില്ല. എന്തായാലും വരും മണിക്കൂറുകൾ വളരെ നിർണായകമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്നത്തെ ചിന്താവിഷയം ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നമസ്കാരം.